വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ് വിത്ത് മീ ബനാസർ ഖാലിദ്. നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റത്തിന്റെ ഘടനയുടെ ബാക്കി പോർഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചാണ്. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആറ്റം എന്ന പദം എവിടെ നിന്നാണ് ഉൾക്കൊണ്ടത്, അതുപോലെ തന്നെ ആറ്റം ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് സിദ്ധാന്തം, ഇതൊക്കെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അല്ലെ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കാൻ പോകുന്നത് ചില ശാസ്ത്രജ്ഞന്മാരെയും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ആദ്യം ഹംഫ്രി ഡേവിയെ കുറിച്ച് മനസ്സിലാക്കാം. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പം ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. അത് ഏതൊക്കെ മൂലകങ്ങളാണെന്ന് വെച്ചാൽ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം മുതലായവയാണ്. ഇനി അദ്ദേഹം മറ്റൊരു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു നമുക്ക് നോക്കാം. ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. എന്താണ് ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്ന ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഇനി ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല രണ്ട് തരം വൈദ്യുതി ചാർജുകളാണ് ഉള്ളതെന്നും, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുമാണ് വൈദ്യുതി ചാർജുകൾ ഈ പദാർത്ഥത്തിന് ഉള്ളതെന്നും മനസ്സിലാക്കി അല്ലെ. അദ്ദേഹം മനസ്സിലാക്കി എന്താണ്? ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത് പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്നും, അത് മാത്രമല്ല രണ്ടു തരം വൈദ്യുതി ചാർജുകൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ഹംഫ്രി ഡേവിയെ കുറിച്ചുള്ള കാര്യം ഇത്രയുമാണ്. അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തം എന്ന ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. രണ്ടാമത് ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകൾ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി. രണ്ടു തരം വൈദ്യുതി ചാർജുകളാണ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്കൽ ഫാരഡയെ കുറിച്ചാണ്. മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹംഫ്രി ഡേവിയുമായി നടത്തിയ അദ്ദേഹം ധാരാളം പരീക്ഷണങ്ങൾ ദ്രാവകങ്ങളുടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളായി മാറ്റാമെന്ന് കണ്ടെത്തി. എന്താണ്? ഹംഫ്രി ഡേവി പറഞ്ഞു ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുമെന്ന്. എന്നാൽ മൈക്കൽ ഫാരഡെ എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സിലാക്കി ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. അതിനെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ വൈദ്യുതി വിശ്ലേഷണം എന്താണെന്ന് മനസ്സിലായല്ലോ. ദ്രാവകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ദ്രാവക പദാർത്ഥങ്ങൾ അവയുടെ ഘടകങ്ങളായി മാറുന്നു. ഇതിനെയാണ് വൈദ്യുതി വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയത് ആരാണ്? മൈക്കൽ ഫാരഡെയാണ്. അദ്ദേഹം വൈദ്യുതി വിശ്ലേഷണ നിയമവും ആവിഷ്കരിച്ചു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെൻറിച്ച് ഗ്ലേസറിനെ കുറിച്ചാണ്. ഹെൻറിച്ച് ഗ്ലേസർ എന്ന് പറഞ്ഞ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഹെൻറിച്ച് ഗ്ലേസർ. ഈ ഹെൻറിച്ച് ഗ്ലേസർ എന്ത് ചെയ്തു? അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബ് കണ്ടെത്തി. ഈ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കണ്ടെത്തിയതിലൂടെ വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബ് വാക്വം ട്യൂബ് കണ്ടെത്തിയത് ആരാ? ഹെൻറിച്ച് ഗ്ലേസർ. അത് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജൂലിയസ് പ്ലക്കർ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. ജൂലിയസ് പ്ലക്കറും എന്താണ് മനസ്സിലാക്കിയത്? വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നത്. ജൂലിയസ് പ്ലക്കർ പറഞ്ഞു വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെ വൈദ്യുതി ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു. അപ്പൊ താഴ്ന്ന മർദ്ദത്തിലൂടെ വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നതിനെ വൈദ്യുതി ഡിസ്ചാർജ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അദ്ദേഹം മനസ്സിലാക്കിയത് വാതകങ്ങളുടെ ഇത്തരത്തിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ വൈദ്യുതി ഡിസ്ചാർജ് നടക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഡിസ്ചാർജ് നടക്കുന്ന ട്യൂബിനുള്ളിൽ ഒരു പരിധി കഴിയുമ്പോൾ മർദ്ദം കുറയുന്ന അവസരത്തിൽ ഈ ട്യൂബിനുള്ളിലെ വശങ്ങളിൽ ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെടുന്ന അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. നമ്മൾ പറഞ്ഞ വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നത് എന്താണ്? ഈ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളുടെ വൈദ്യുതി കടന്നു പോകുന്നത് പറഞ്ഞു. അപ്പോൾ തീരെ മർദ്ദം കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ വാതകത്തിലുള്ള വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ട്യൂബിന്റെ വശങ്ങളിൽ ഒരു തിളക്കം അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കി. ഈ തിളക്കത്തിന് അടുത്ത ഒരു കാന്തം കൊണ്ടുവച്ചപ്പോൾ അതിന്റെ സ്ഥാനം മാറുന്നതായിട്ട് മനസ്സിലാക്കി. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികൾ, ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജ് സാന്നിധ്യം കണ്ടെത്തി. അപ്പം ആ ഡിസ്ചാർജ് ട്യൂബിൽ പുറത്തു വരുന്ന വാതകങ്ങൾ ഡിസ്ചാർജ് ട്യൂബിന്റെ അകത്ത് വാതകങ്ങളുണ്ടല്ലോ, ആ വാതകങ്ങൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തീരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങൾ വൈദ്യുതി പ്രവഹിക്കുന്നെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിന്റെ വശങ്ങളിൽ തിളക്കം അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. ഈ തിളക്കത്തിന് കാരണമായ രശ്മികളിൽ എന്തുണ്ടാകുന്നു? വൈദ്യുതി ചാർജ് സാന്നിധ്യം ഉണ്ടാകുന്നു. ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അടുത്തത്
ഹെൻറിച്ച് ഗ്ലീസർ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ തുടർന്ന് വില്യം ക്രൂസ് ഡിസ്ചാർജ് ട്യൂബിനെ, വില്യം ക്രൂസ് എന്ന ശാസ്ത്രജ്ഞൻ ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചു. ഡിസ്ചാർജ് ട്യൂബിനെ വില്യം ക്രൂസ് ശാസ്ത്രജ്ഞൻ നവീകരിച്ചിട്ട് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ആ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ അദ്ദേഹം പരീക്ഷണം നടത്തിയതോടെ അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിച്ചു. അപ്പം ഹെൻറിച്ച് ഗ്ലീച്ചറിന്റെ പരീക്ഷണത്തെ തുടർന്ന് വില്യം ക്രൂസ് എന്ത് ചെയ്തു? ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചിട്ട് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായിട്ട് വാതകങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചു. അതുപോലെ തന്നെ പിന്നീട് ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബറ്റോമിക് കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തലിലേക്ക് നയിച്ചതും ഇത്തരം പരീക്ഷണങ്ങളാണ്. അപ്പൊ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളുടെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ആറ്റങ്ങൾ അതിനേക്കാൾ അതിസൂക്ഷ്മമായ സബ് കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുള്ള കണ്ടെത്തലിലേക്കാണ് പിന്നീട് ഇതൊക്കെ നയിച്ചത്. അപ്പൊ അതാണ് വില്യം ക്രൂസ് എന്ന ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് യുഗൻ ഗോൾസ്റ്റീൻ ആണ്. യുഗൻ ഗോൾസ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നടത്തിയത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ വാദങ്ങളിലെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യുഗൻ ഗോൾസ്റ്റീൻ ആണ്. എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ വാദങ്ങളിലെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യുഗൻ ഗോൾസ്റ്റീൻ ആണ്. ഇനി അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിന്റെ സവിശേഷതയെ കുറിച്ച് പഠിക്കുകയും അതോടെ തന്നെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രലോകത്തെ സംഭാവന. അപ്പൊ യുഗൻ ഗോൾസ്റ്റീൻ എന്താ ചെയ്തത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ വാദങ്ങളുടെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അതെങ്ങനെയാണ്? ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് അദ്ദേഹം ആനോഡ് രശ്മികളെ ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ സവിശേഷതകൾ പഠിച്ചു. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഇനി അടുത്തത് വില്യം റോണ്ടോജൻ ആണ്. വില്യം റോണ്ടോജൻ ആണ് അദ്ദേഹം എന്ത് ചെയ്തു? ക്രൂസിന്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോണ്ടോജൻ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എക്സ്റേ കണ്ടുപിടിച്ചു. അതാണ് ക്രൂസിന്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച്, ക്രൂസ് എന്ന ശാസ്ത്രജ്ഞന്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോണ്ടോജൻ പരീക്ഷണം നടത്തി. അതേ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്റേ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. അപ്പൊ വില്യം റോണ്ടോജന്റെ കണ്ടുപിടുത്തം എന്താണ്? എക്സ്റേ. ഇനി അടുത്തത് ജെ തോംസനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് ജെ തോംസൺ. ഇദ്ദേഹം എന്ത് ചെയ്തു? ജെ തോംസൺ പല പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളെ തുടർന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ജെ തോംസനെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്, ജെ തോംസൺ എന്ത് ചെയ്തു? അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് കണങ്ങളാണ് ഉള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം എന്ത് തെളിയിച്ചു? ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് അദ്ദേഹം തെളിയിച്ചു. ഈ കണങ്ങൾക്ക് മാംസവും ഊർജവും ഉണ്ടെന്ന് വ്യക്തമാക്കി. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിന്റെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി, ജെ തോംസൺ മനസ്സിലാക്കി. അത് മാത്രമല്ല കണങ്ങൾക്ക് മാസം ഊർജം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? ഇത്തരത്തിൽ എല്ലാ പദാർത്ഥങ്ങളിലും അതിസൂക്ഷ്മങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലെ ആറ്റങ്ങളിൽ അതിസൂക്ഷ്മങ്ങളായ കണങ്ങൾ ഉണ്ടെന്നും ആറ്റത്തിന്റെ ഭാഗമാണ് ഈ കണങ്ങളെന്നും അദ്ദേഹം തെളിയിച്ചു. അപ്പൊ ഡിസ്ചാർജ് ട്യൂബില് അദ്ദേഹം മനസ്സിലാക്കി ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് കണങ്ങളുണ്ടെന്ന് തെളിയിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അദ്ദേഹം അങ്ങനെ എന്ത് മനസ്സിലാക്കി? ആറ്റത്തിൽ അതിസൂക്ഷ്മങ്ങളായ കണങ്ങളുണ്ടെന്നും ആറ്റത്തിന്റെ ഭാഗമാണ് ഈ കണങ്ങളെന്നും തെളിയിച്ചു. അങ്ങനെ ജെ തോംസന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണെ കണ്ടെത്തി. അപ്പൊ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മി നെഗറ്റീവ് ചാർജ് കണങ്ങളുണ്ടെന്ന് തെളിയിച്ചതാരാണ്? ജെ തോംസൺ ആണ്. ഇനി അദ്ദേഹം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അടുത്ത ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇദ്ദേഹം എന്ത് കണ്ടെത്തി നമുക്ക് നോക്കാം. ഇലക്ട്രോണിന്റെ കണ്ടെത്തലോടുകൂടി ആറ്റത്തിലെ മറ്റു കണങ്ങളെ കുറിച്ച് അന്വേഷണം ഊർജിതമായി. അപ്പൊ ഇലക്ട്രോൺ ആണ് ആദ്യം കണ്ടെത്തിയത് അല്ലെ? ആരാണ് കണ്ടെത്തിയത്? ഇലക്ട്രോണെ ജെ തോംസൺ ആണ് അതിന് വ്യക്തമായ ധാരണ കൊടുത്തത്. ഇലക്ട്രോൺ കണ്ടെത്തിയതും ജെ തോംസൺ ആണ്. ഇനി പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് സാന്നിധ്യമുണ്ടെന്ന് വളരെ മുമ്പ് തന്നെ തിരിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു യുഗൻ ഗോൾസ്റ്റീൻ എന്ത് ചെയ്തു? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് പരീക്ഷണയുടെ വാദങ്ങളെ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യുഗൻ ഗോൾസ്റ്റീൻ. എന്നാൽ അതിന് കുറച്ചും കൂടെ വ്യക്തമായ രീതിയിൽ വ്യക്തത കൊടുത്തത് ആരെന്ന് വെച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് സാന്നിധ്യം നിന്ന് മുമ്പേ തെളിഞ്ഞിരുന്നു. എന്നാൽ ആധികാരികമായി തെളിയിച്ചത് റൂദർഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ ആൽഫ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഇത് തെളിയിച്ചത്. ആൽഫ കണങ്ങൾ ഉപയോഗിച്ച പരീക്ഷണങ്ങളിലൂടെയാണ് റൂദർഫോർഡ് ഇത് തെളിയിച്ചത്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പരീക്ഷണയോടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. അദ്ദേഹം എന്ത് സമർത്ഥിച്ചു? ആറ്റത്തിന്റെ ഭൂരിഭാഗം ശൂന്യമാണെന്നും
ശൂന്യമാണെന്നും അത് മാത്രമല്ല ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ആ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ച ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു. അപ്പം ആറ്റത്തിന്റെ ഭൂരിഭാഗം ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഭാഗമുണ്ട് ആറ്റത്തിനും ആ കേന്ദ്ര ഭാഗത്തെ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇനി അദ്ദേഹം പിന്നീട് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ എന്താണ് ഈ പോസിറ്റീവ് ചാർജ് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന ഈ കണങ്ങളെ പ്രോട്ടോൺ ആണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു. പിന്നെ മാത്രമല്ല ഇതിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും എന്നാൽ വിപരീതവുമാണെന്ന് കണ്ടെത്തി. ചാർജ് വിപരീത ചാർജ് ആണ്, എന്നാൽ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ മൂല്യം തുല്യമാണ്, പക്ഷെ ചാർജ് വിപരീതമാണെന്നും അദ്ദേഹം കണ്ടെത്തി. ഇനി പ്രോട്ടോണിന്റെ മാസ് അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? പ്രോട്ടോണിന്റെ മാസിന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് അദ്ദേഹം നിർണ്ണയിച്ചു. അദ്ദേഹം പറഞ്ഞു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് നിർണ്ണയിച്ചു. അതോടൊപ്പം തന്നെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പ്രവചിച്ച വ്യക്തി ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ത് കണ്ടെത്തി? അദ്ദേഹം മനസ്സിലാക്കിയത് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി. ആ സാന്നിധ്യമുള്ളത് അദ്ദേഹം ആൽഫ കണങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തൊക്കെയാണെന്ന്, അതായത് ആറ്റത്തിന്റെ ഭൂരിഭാഗം ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഭാഗം ആറ്റത്തിനുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇങ്ങനത്തെ ആ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ആ ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിശേഷിപ്പിച്ചു. അത് മാത്രമല്ല അദ്ദേഹം പിന്നീട് നടന്ന പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ ആറ്റത്തിലുണ്ട്, അത് പ്രോട്ടോൺ ആണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇത്തരത്തില് ഈ പ്രോട്ടോണ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ് അതിന്റെ ചാർജ് എന്ന് മനസ്സിലാക്കി. ഇനി പ്രോട്ടോണിന്റെ മാസ് എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് നടത്തിയ പരീക്ഷണങ്ങൾ അദ്ദേഹം അടുത്ത ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനെ പിന്നീട് ഒരു പരീക്ഷണം, റൂദർഫോർഡിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിച്ചിട്ട് അദ്ദേഹം ആറ്റത്തിനെ എന്താണ് നേരത്തെ റൂദർഫോർഡ് പറഞ്ഞു ആറ്റത്തില് എന്താണ് ചാർജ് ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ന്യൂക്ലിയസിൽ, ആറ്റത്തിലെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് പ്രവചിച്ചു. എന്നാൽ അതിന് കൂടുതൽ വ്യക്തത കൊടുത്തത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ ജെയിംസ് ചാഡ്വിക് എന്ത് കണ്ടെത്തി? ആറ്റത്തിൽ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണോളം മാസുള്ളതുമായ കണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. അപ്പൊ ജെയിംസ് ചാഡ്വിക് എന്താ തെളിയിച്ചത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണമുണ്ട്, എന്നാൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണോളം മാസുള്ളതുമാണ് അതെന്ന് കണ്ടെത്തി. അപ്പൊ അദ്ദേഹം എന്താ മനസ്സിലാക്കി? ജെയിംസ് ചാഡ്വിക് അദ്ദേഹത്തെ കണ്ടുപിടുത്തം എന്തായിരുന്നു? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണോളം മാസുള്ളതുമായ കണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. അപ്പം ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടുപിടുത്തമാണ് ന്യൂട്രോൺ. എന്താണ്? ഈ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. എന്താണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഉള്ളതാണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ്, അതിന് ചാർജ് ഇല്ല, അതിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണ് തുല്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അങ്ങനെ ചാർജ് ഇല്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ എന്ന് മനസ്സിലാക്കി. അപ്പൊ മാസുള്ള കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിലാണുള്ളത് അല്ലെ? മാസുള്ള കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണെന്ന് മനസ്സിലാക്കി. അപ്പം മാസുള്ള കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് ആയതിനാൽ അതിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അങ്ങനെ ഒരു മൂലകത്തിൽ ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനമായും 3 കണങ്ങളാണ്. ഏതൊക്കെ കണങ്ങൾ ചേർന്നാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഏതൊരു മൂലകത്തിന്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കി. ഈ മൂലകങ്ങളിലുള്ള ഈ മൂലകങ്ങൾ മറ്റുള്ള ഒരു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന് പ്രധാന കാരണം ഈ പറയുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് മറ്റുള്ള മൂലകളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഒരു മൂലകം മറ്റൊരു മൂലകത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടാനുള്ള പ്രധാന കാരണം എന്താണ്? അവ നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളുണ്ടല്ലോ, ആ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സബ് അറ്റോമിക് കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിലെ എണ്ണത്തിന്റെ വ്യത്യാസമാണ് എന്താണ് ഈ മൂലകങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് പ്രധാനമായിട്ട് കാരണം. ഇനി നമുക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷത നോക്കാം. ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും. എന്നാൽ ന്യൂട്രോണ് ചാർജ് ഇല്ല. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇനി പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ആണ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇനി ന്യൂട്രോണ് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാകട്ടെ ജെയിംസ് ചാഡ്വിക്കുമാണ്.
ഇനി ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ഇലക്ട്രോൺ മാസ് തീരെ കുറവാണ്. അതായത് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിന്റെ മാസ്. ഇനി പ്രോട്ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്നും അപ്പോൾ ന്യൂട്രോണിന്റെ മാസും എന്ത് തന്നെയാണ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. നേരത്തെ നമ്മൾ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് തുല്യമാണ് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്തായാണ് കാണപ്പെടുന്നത്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. എന്നാൽ പ്രോട്ടോണും ന്യൂട്രോണും ആകട്ടെ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിലാണ്. പ്രോട്ടോണും ന്യൂട്രോണും മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക. എന്താണ് റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക? ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് തന്റെ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട് അല്ലെ. അദ്ദേഹം പറഞ്ഞു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്താണ് എന്താണ് ഈ പറയുന്ന കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് നാമം കൊടുത്തു. അത് മാത്രമല്ല ന്യൂക്ലിയസില് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസിലായതിനാൽ ഒരു ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന അങ്ങനെ ന്യൂക്ലിയസിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം പരീക്ഷണത്തിലൂടെ പിന്നീട് മനസ്സിലാക്കിയത് ആറ്റത്തിന് അദ്ദേഹം ഒരു മാതൃക, ആറ്റത്തിന് ഏറെക്കുറെ ഒരു മാതൃക കൊടുത്തു. ആറ്റത്തിന്റെ അദ്ദേഹത്തിന്റെ മാതൃക അറിയപ്പെടുന്നത് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ സൗരയൂഥ മാതൃക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആറ്റത്തിനെ ഏതിനോട് സാദൃശ്യപ്പെടുത്തി? ആറ്റത്തില് ഈ പറയുന്ന ഇലക്ട്രോണുകളെല്ലാം ഇരിക്കുന്നത് ഒരു സൗരയൂഥത്തിൽ എങ്ങനെയാണോ ഗ്രഹങ്ങളൊക്കെ സൂര്യനെ വലം വെക്കുന്ന ആ ഒരു രീതിയിലാണ് അദ്ദേഹം മനസ്സിലാക്കി. അതായത് സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട്, അതുപോലെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് കേന്ദ്രഭാഗത്ത് സൗരയൂഥത്തിൽ സൂര്യനാണെങ്കിൽ എന്നാൽ ന്യൂക്ലിയസിലോ ആറ്റത്തിലോ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആണെന്നും പറയുന്നു. അപ്പൊ സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട്, അതുപോലെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. ഇനി സൗരയൂഥത്തിൽ കേന്ദ്രഭാഗം സൂര്യനാണെങ്കിൽ ആറ്റത്തിലെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ഇനി സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. എന്നാൽ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. അപ്പൊ ഇലക്ട്രോണുകളാണ് ഷെല്ലിൽ ചുറ്റുന്നത്. സൗരയൂഥത്തിലാകട്ടെ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുമ്പോൾ ഇവിടെ എന്താണ് ഇലക്ട്രോണുകളാണ് ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന് റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് സൗരയൂഥ മാതൃക എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. അദ്ദേഹത്തിന്റെ സൗരയൂഥ മാതൃകയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആണ്. ഇനി ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതൃകയ്ക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചില്ല. അതായത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഈ ഒരു സംശയത്തിന് നിവാരണം കൊടുക്കാൻ അല്ലെങ്കിൽ ഇതൊരു വ്യക്തമായ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതൃകയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. അടുത്തത് അതിനുശേഷം വന്നതാണ് ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മാതൃകയാണ്. റൂദർഫോർഡ് ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിക്കൊണ്ടാണ് ബോർ ആറ്റം മാതൃക നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ നൽകിയത്. അദ്ദേഹത്തിന് ബോർ ആറ്റം മാതൃകയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലക്ട്രോണുകൾക്ക് ഒരു സഞ്ചാരപാതയുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത് ഒരു സഞ്ചാരപാതയിലാണ്. അവയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു. നമ്മൾ പറഞ്ഞ നേരത്തെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലിൽ സഞ്ചരിക്കുന്നു പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു ഷെൽ അല്ലെങ്കിൽ സഞ്ചാരപാതയെ കുറിച്ച് കൂടുതൽ വ്യക്തത കൊടുത്തത് ആരായിരുന്നു? ബോർ ആറ്റം മാതൃകയിലാണ്. അതെന്താണ് നമുക്ക് നോക്കാം. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്താണെന്ന് നോക്കാം. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. അപ്പൊ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്? അത് പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബോർ ആറ്റം മാതൃക രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അപ്പൊ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളിലെ ഊർജ്ജ നിലയങ്ങൾ എന്ന് പറയുന്നു. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഈ ഷെല്ലുകളെ എന്ത് വിളിക്കുന്നു? ഊർജ്ജ നിലയങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലയങ്ങൾ എന്ന് വിളിക്കുന്നു.
ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പം ഈ ഇലക്ട്രോണുകൾ ഈ ഷെല്ലിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ആ നിശ്ചിത ഷെല്ലുകൾ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഊർജം നഷ്ടപ്പെടുകയോ ഊർജം കൂടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് വ്യക്തത അവിടെ വരികയാണ് ചെയ്തത്. അപ്പൊ റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഇതിന് വ്യക്തത കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു നിശ്ചിത ഷെല്ലിൽ അവിടെ റൂദർഫോർഡ് ആറ്റം മാതൃകയിൽ ഒന്ന് സംശയം എന്താണ്? ഈ പറയുന്ന ഇലക്ട്രോണുകൾ ഷെല്ലുകൾ പ്രദർശനം ചെയ്യുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൽ നിന്ന് പതിക്കേണ്ടതാണ്. അപ്പൊ അതിന് വ്യക്തത കൊടുക്കാൻ റൂദർഫോർഡ് ആറ്റം മാതൃക സാധിച്ചില്ല. പക്ഷെ നീൽസ് ബോർ ആറ്റം മാതൃകയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓരോ ഷെല്ലിനും ഉള്ള ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ടെന്നും അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലയങ്ങൾ എന്ന് പറയുന്നെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഈ നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്ന അടുത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കി. ഇനി ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഈ ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിന് അടുത്തോട്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ആകർഷണം കൂടുതലായിരിക്കും. എന്നാൽ ഈ ഷെല്ലുകളുടെ അകലം, അതായത് ദൂരെ ഷെല്ലുകൾ ന്യൂക്ലിയസിന് അകന്നു പോകുന്തോറും ഷെല്ലുകളിലെ ഊർജ്ജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേര് നൽകാമെന്ന് സൂചിപ്പിക്കും. അപ്പം ഷെല്ലുകൾക്ക് ഈ ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയസിന്റെ അടുത്ത ഷെല്ല് K, അതിന്റെ അടുത്ത ഷെല്ല് N, അങ്ങനെ KLMNO ഇങ്ങനെ പേരിട്ട് നൽകാമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ഒന്ന്, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണെന്ന് പറഞ്ഞു. ഇനി ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ടെന്നും അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലയങ്ങളെന്നും പറയുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന നമ്പർ നൽകിയോ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് മാസ് നമ്പറും അറ്റോമിക് നമ്പറുമാണ്. മാസ് നമ്പറും അറ്റോമിക് നമ്പറും. ഇനി കണത്തിന്റെ പേര് നോക്കുക. പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന കണം എവിടെയാണ് കാണപ്പെടുന്നത്? ആറ്റത്തിന്റെ സ്ഥാനം എവിടെയാണ്? പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എന്ന് പറയുന്നത് 1U ആണ്. എന്താണ്? 1U ആണ് ഇതിന്റെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ്. അപ്പൊ പ്രോട്ടോൺ എന്ന് പറയുന്നതിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് പഠിച്ചു. ഇനി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സ്ഥാനം, ഇലക്ട്രോണിന്റെ ആറ്റത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്ഥാനം ന്യൂക്ലിയസിനാണോ? അല്ല, ന്യൂക്ലിയസിന് പുറത്തല്ല, ന്യൂക്ലിയസിന് ചുറ്റിയാണ് ഇലക്ട്രോൺസ്. അപ്പൊ ആറ്റത്തിലെ സ്ഥാനം ന്യൂക്ലിയസിന് പുറത്താണ് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതിന്റെ മാസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിൽ അതിന്റെ സ്ഥാനം എവിടെയാണ്? ന്യൂട്രോണിന്റെ സ്ഥാനം ആറ്റത്തിന് ഉള്ളിലെ ന്യൂക്ലിയസിനാണ്. ഇനി അതിന്റെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എന്ന് പറയുന്നത് 1U ആണ്. ഇത്തരത്തിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മാസ് നമ്പറും അറ്റോമിക് നമ്പറിനെ കുറിച്ചുമാണ്. എന്താണ് മാസ് നമ്പർ? എന്താണ് അറ്റോമിക് നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. അപ്പൊ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലെ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അതാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ Z എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമോ ആകാം. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാകാം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമാകാം. കാരണം എന്താണ്? ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന് തുല്യമായിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. ഇനി മാസ് നമ്പർ ആകട്ടെ, മാസ് നമ്പർ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മാസ് നമ്പർ, ഈ മാസ് ഒരു ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിന്റെ ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂക്ലിയസിലിരിക്കുന്ന ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലിരിക്കുന്നത്. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി ചേർന്നതാണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അതായത് മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കിട്ടി. മാസ് നമ്പർ എന്ന പ്രോട്ടോണുകളുടെ എണ്ണം അധികം ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി മാസ് നമ്പർ എന്ന അറ്റോമിക് നമ്പർ, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം. അതുകൊണ്ടാണ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ കൊടുത്തു. ഇത്തരത്തില് നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ
നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആക്ടിന്റെ ഘടനയുടെ കുറച്ച് ഭാഗങ്ങളാണ് നോക്കിയത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അടുത്തുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിത്തൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.